കേരളത്തിൻ്റെ പ്രയോറിറ്റി ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. നിരന്തരമായി നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൗർഭാഗ്യവശാൽ വളരെ ലാഘവത്വത്തോടുകൂടി ഒരു നിസ്സംഗതാ മനോഭാവമാണ് ഗവൺമെൻറ്. ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ കണക്കുകൾ നിയമസഭയിൽ മന്ത്രിയോട് മറുപടി പറഞ്ഞു. കഴിഞ്ഞ 6-7 കൊല്ലത്തിനകം 60,000 വന്യജീവി ആക്രമണമാണ് കേരളത്തിലുണ്ടായത്. മരിച്ചത് 1000-ലധികം പേർ, 8,000-ലധികം പേർ പരിക്ക് പറ്റി ഗുരുതരമായ പരിക്കില്ല, 5,000 കന്നുകാലികളെ കൊന്നു, 10,000 ഹെക്ടർ സ്ഥലം കൃഷി നശിപ്പിച്ചു, വലിയ കൃഷിനാശം ഉണ്ടായി. എന്നിട്ട് ഗവൺമെൻറ് പറയുകയാണ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഉള്ള പ്രശ്നം പരമ്പരാഗതമായി ഇതിനെ നേരിടുന്ന രീതിയുണ്ട്. സൗരോർജ്ജ വേലി, ആനക്കിടങ്ങ്, മതിൽ, റെയിൽ ഗാർഡ്, ഇതൊന്നും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ആധുനികമായ ചില സങ്കേതങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് വളരെ സീരിയസ് ആയി എടുത്ത് ചെയ്യുക. പഴയതും ചെയ്യുന്നില്ല, പുതിയതും ചെയ്യുന്നില്ല. ജനങ്ങളെ അവരുടെ വിധിച്ചു വിട്ടുകൊടുക്കുക. ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ വയനാട് കടുവകളുടെ എണ്ണം കൂടുതൽ. ഒരു കടുവയ്ക്ക് ജീവിക്കാൻ 20 ചതുരശ്ര കിലോമീറ്റർ വേണം. അവിടെ 150-ലധികം കടുവയുണ്ട്. 3000 ചതുരശ്ര കിലോമീറ്റർ വേണ്ടിയെടുത്ത് 354 ഉള്ളൂ. കൂടുതലുള്ള കടുവകളെ വേറെ കുറവുള്ള ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ചും ഇങ്ങോട്ട് മാറ്റണം. എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. 4000 പേർക്ക് ഇനി കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി. അതുൾപ്പെടെ കാർഷിക മേഖലയിലെ പകർച്ച, ബഫർ സോൺ പ്രശ്നം, ഭൂമി വിഷയം, CHR, ഇടുക്കിയിലൊക്കെ ലാൻഡ് അസൈൻമെൻറ്റുമായിട്ടുള്ള ബന്ധം. സത്യത്തിൽ മലയോര ജനതയുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണ്ണമാണ്. പട്ടിണിയും കഷ്ടപ്പാടുമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഭീതിയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. രാത്രി കിടക്കുമ്പോൾ ഒരു കരിയിലനങ്ങിയ പേടിയാണ്. പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. പാല് കൊടുക്കാൻ പോകാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഞങ്ങളത് ചെയ്യും. ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭം തന്നെയായിട്ട് സർക്കാരിനെ നിർബന്ധിക്കുക. കേന്ദ്ര ഗവൺമെൻറ് വൈൽഡ് ലൈഫ് ആക്റ്റിൽ ഭേദഗതി വരുത്തണം. കുറേ കാര്യങ്ങൾ ചെയ്യണം. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ഇതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാധാരണ മുന്നണികൾ നടത്താറുള്ളത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ ജാഥകളാണ്. അതിനപ്പുറത്തായി ജനങ്ങളെ ബാധിക്കുന്നൊരു വലിയ ജനപദത്തെ ബാധിക്കുന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ തുടങ്ങുന്നത്. അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാട്ടുപന്നിയുടെ കണ്ണൂർ ടൗണിൽ ഇറങ്ങി നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത്രമേൽ പെറ്റുപെരുകയാണ്. പക്ഷേ വെടിവെക്കാനുള്ള അധികാരം കൊടുക്കുമ്പോഴും അതിന് മൂലാമാലകൾ ഒരുപാടാണ്. അതാണ് കർഷകൻ്റെ പ്രശ്നം. അതിപ്പോൾ ഈ പരിശോധനയൊക്കെ നടത്തി വെടിവെക്കുമ്പോഴേക്കും പന്നിയെല്ലാം ചെയ്ത് തീർത്തിട്ട് തിരിച്ചു പോകും. പന്നിയുടെ വഴിക്ക് പോകും. കുരങ്ങൻ വന്ന് ഉള്ള തേങ്ങയിട്ടുകൊണ്ട് പോകും. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നുമില്ല. ചേനയില്ല, ചേമ്പില്ല, കപ്പയില്ല, ഒന്നുമില്ല. എല്ലാം പന്നി മലത്തിയിട്ട് പോകും. വാഴക്കൂട്ടം മുഴുവൻ ആന നശിപ്പിക്കും. തെങ്ങ് നശിപ്പിക്കും ആന. ഒരു തരത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികളെ കടുവ, പുലിയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. കാരണം ഇര പിടിക്കാൻ പറ്റാത്ത പുലിയും കടുവയും ഇറങ്ങിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പിടിക്കാൻ പറ്റും. സർക്കാരിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചോദ്യം. അല്ല, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പരമ്പരാഗതമായ രീതിയിൽ പ്രതിരോധിക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ആറളത്തൊക്കെ മതിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം. പരമ്പരാഗതമായ രീതിയും ആധുനികമായ സങ്കേതങ്ങളുണ്ട്. അത് അന്വേഷിച്ച് പോകണം. ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ നിയമസഭയിൽ കണക്ക് കാണിച്ച 4 കൊല്ലമായിട്ട് പൈസ മുടക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. ഈ പ്രക്ഷോഭം ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടമെന്ന് നിലക്കാണ്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ കേരളത്തിൻ്റെ ഈ ഒരു മുൻഗണനയിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് പറയുക, അതിന് പരിഹാരം ഉണ്ടാക്കുക, അതിനുവേണ്ടി പോരാടുക. ഈ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിലും സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ്. അത് ചെയ്തിട്ടില്ല വേണ്ട രീതിയിൽ. ഞങ്ങൾ MP-മാരോട് വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻഗണന വിഷയമാക്കി ഇത് കൊണ്ടുവരണം എന്ന് പറയാം. ഈ വൈൽഡ് ലൈഫ് ആക്റ്റിൽ ഭേദഗതി വരുത്താൻ കേരളത്തിലെ UDF MP